ഓം ചന്ദാർമങ്ങും മുഖം ചേതനനയനയുഗം ചാരുനെറ്റിത്തടം നൽപൊന്താരിൽ കാന്തി പൊങ്ങും പ്രഭയൊടു പുരുരോമാളിയാളുന്ന പൂമൈ ചന്തത്തിൽ ജാനുവോളം വരുമരിയ കരാബ്ജങ്ങളും തുംഗഭക്തിയാ ചിന്തിച്ചുള്ളത്തിലേന്തി ഗുരുചരണയുഗം സന്തതം ഞാൻ തൊഴുന്നേൻ. ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരീ ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. ശ്രീനാരായണ ധർമ്മ സംഘത്തിൻ്റെ ഏക പോഷക സംഘടനയായ ഗുരുധർമ്മ പ്രചരണ സഭ ശാരദ പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന മഹത്തായ ജ്ഞാനദാന യജ്ഞമാണ് ശ്രീനാരായണ ധർമ്മ മീമാംസ പരിഷത്ത്. സഭയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ജില്ലകളിലും മണ്ഡലങ്ങളിലും യൂണിറ്റുകളിലും ഒക്കെ തന്നെ ഈ മഹത്തായ വിജ്ഞാനയജ്ഞം നടന്നു വരികയാണ്. ഇന്നിവിടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ മണ്ഡലങ്ങളെയും യൂണിറ്റുകളെയും ഒക്കെ ചേർത്തുകൊണ്ട് ഭഗവാന്റെ തിരുവവതാര ഭൂമിയായ ചെമ്പഴന്തി ഗുരുകുലത്തിൽ നമുക്ക് ജില്ലാ ധർമ്മ മീമാംസാ പരിഷത്ത് നടത്തുവാൻ സാധിച്ചു. രാവിലെ മുതലുള്ള ഉദ്ഘാടന സമ്മേളനവും വിജ്ഞാനപ്രദമായ ക്ലാസുകൾക്കും ഒക്കെ ശേഷം സമാപന സമ്മേളനത്തോട് അവസാന ഘട്ടമായ സമാപന സമ്മേളനവും വാർഷിക സമ്മേളനവും നടക്കുകയാണ്. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻറ്റ് ശ്രീ വിശ്വംഭരൻ സാറ്, നമുക്ക് ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ച ശ്രീ സുധീർ പൊയ്കമുക്ക് അവർ, സംഘടനാ റിപ്പോർട്ടും കണക്കും അവതരിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി ശ്രീ സുജീന്ദ്ര ബാബു അവർ, സഭയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം, തിരുവനന്തപുരം ജില്ലയെ എല്ലാ കാര്യത്തിലും നയിക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്ന ശ്രീ ആറ്റിങ്ങൽ കൃഷ്ണൻകുട്ടി സാറ്, സഭയുടെ മുൻ ജില്ലാ പ്രസിഡൻറ്റും ഇപ്പോൾ കേന്ദ്ര സമിതി അംഗവും ആയിരിക്കുന്ന ശ്രീമതി സുശീല ടീച്ചർ, സഭയുടെ PRO സനൽകുമാർ സാറ്, തിരുവനന്തപുരം ജില്ലയുടെ ബഹുമാനരായ ഭാരവാഹികൾ, കേന്ദ്ര സമിതി അംഗങ്ങൾ, അതോടൊപ്പം ശിവഗിരിയിൽ നിന്നും എത്തിച്ചേർന്ന പൂജനീയ മാതാജി, ഇത്രയും നേരം ഈ പരിഷത്തിൽ ഭാഗവാക്കായി ഇരുന്നു കൊണ്ട് സംഘടനാ പ്രവർത്തനത്തിൽ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരായ സഭാപ്രവർത്തകരെ, ധർമ്മ മീമാംസാ പരിഷത്തിനായി എത്തിച്ചേർന്ന ജ്ഞാന ജിജ്ഞാസുക്കളെ, എല്ലാവർക്കും നമസ്കാരം. രാവിലെ മുതൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹവും കഴിഞ്ഞ വർഷവും. അങ്ങനെ മുഴുവൻ സമയം എനിക്ക് നിങ്ങളോടൊപ്പം ചിലവഴിക്കാൻ സാധിച്ചു. എല്ലാ ജില്ലകളിലും അങ്ങനെ പോയി പങ്കെടുക്കണം എന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും പങ്കെടുക്കാൻ പറ്റാതെ വരുന്നു. ഇന്ന് ഗുരുവിൻ്റെ ആത്മമിത്രമായ ചട്ടമ്പി സ്വാമി തിരുവടികളുടെ 102ാമത് മഹാസമാധി പന്മന ആശ്രമത്തിൽ ആചരിക്കുകയായിരുന്നു.
ആദരണീയനായ കേരള ഗവർണർ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ടാണ് പെട്ടെന്ന് ഓടി വരികയാണ് ഉണ്ടായത്. അത്തരത്തിൽ മറ്റു ജില്ലകളിലും ആലപ്പുഴ ജില്ലയിലും കൊല്ലത്തും ഒക്കെ ഇന്ന് തൃശ്ശൂർ ജില്ലയിലും ധർമ്മമീമാംസ പരിഷത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ രജിസ്ട്രാർ അങ്ങോട്ട് പോയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒരു പരീക്ഷണാർത്ഥം കേന്ദ്ര സമിതി തന്നെ ഓരോ ജില്ലയ്ക്കും ഡേറ്റ് നിശ്ചയിച്ച് ഒരു ചാർട്ടാക്കി കൊടുക്കുകയും അതനുസരിച്ച് പരിഷത്ത് നടത്തി വന്നപ്പോൾ കൂടുതൽ സമയം പ്രസിഡൻറ്റും ധർമ്മസംഘം സെക്രട്ടറിയും അടക്കം എല്ലാവർക്കും പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായി. അപ്പോൾ ആള് കുറയുന്നതിന് ഒരു കാരണം ഇവിടെ പ്രാദേശികമായ വിവാഹവും ഉത്സവങ്ങളും മറ്റ് ആഘോഷങ്ങളും ഒക്കെ അനുസരിച്ച് ഡേറ്റ് ജില്ലക്കാർ തന്നെ നിശ്ചയിക്കുമ്പോഴാണ് ആളുകളെ കൂടുതൽ പങ്കെടുപ്പിക്കാൻ സാധിക്കുക എന്നുള്ള ഒരു നിർദ്ദേശപ്രകാരമാണ് ഇത്തവണ ഡേറ്റൊന്നും നൽകാതിരുന്നത്. അതിൻ്റെ ഒരു പോരായ്മ നമുക്ക് എല്ലായിടത്തും ഉണ്ട്, സമയബന്ധിതമായി എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത്. എന്നിരുന്നാൽ തന്നെയും രാവിലെ മുതൽ എനിക്കറിയാൻ സാധിച്ചത് ഇവിടെ വളരെയധികം ആളുകൾ രജിസ്ട്രേഷൻ അനുസരിച്ച് 300 പേരിനപ്പുറം ഇവിടെ രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്തു. രജിസ്റ്റർ ചെയ്യാതെയും ഭക്തജനങ്ങൾ വന്ന് പങ്കെടുത്ത മുൻ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് സഭയുടെ ശക്തമായ ഒരു മുന്നേറ്റം ഈ ധർമ്മമീമാംസ പരിഷത്തിൽ കാണുവാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ലോക നന്മയ്ക്കായി പ്രതിഷ്ഠ ചെയ്ത ജ്ഞാനദേവതയുടെ കടാക്ഷം നമ്മളിലേക്ക് ഏറ്റുവാങ്ങുന്ന പുണ്യദായകമായ യജ്ഞമാണ് ധർമ്മമീമാംസ പരിഷത്ത്. ഒരു കാലഘട്ടത്തിന് മുമ്പ് മനുഷ്യരിൽ നിന്നും വേർതിരിക്കുവാൻ, തരംതിരിക്കുവാൻ ദൈവത്തെ ഉപയോഗിച്ചുകൊണ്ട്, ദേവതാ രൂപങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അയിത്തവും അനാചാരവും അന്ധവിശ്വാസവും ഒക്കെ ഉണ്ടാക്കി നിലനിർത്തിയപ്പോൾ അതിനെയെല്ലാം മോചിപ്പിക്കുവാൻ അതേ ദേവതാ രൂപങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഗുരു മുന്നോട്ട് വെച്ച മഹിതമായ ആശയം എല്ലാവർക്കും അറിവുണ്ടാകട്ടെ, അറിവാണ് മനുഷ്യരെ നന്നാക്കുവാനുള്ള ഏറ്റവും നല്ല മരുന്ന്. അപ്പോൾ മനുഷ്യൻ പരസ്പരം കലഹിക്കുമ്പോഴും യുദ്ധവും കെടുതികളും ഒക്കെ രാജ്യത്ത് സംഭവിക്കുമ്പോഴും ലഹരികളിലും ജാതി അനുസരിച്ചുള്ള അധിക്ഷേപങ്ങളും ഒക്കെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അതിൽ നിന്നൊക്കെ ഒരു പരിധിവരെ സമൂഹത്തെ മോചിപ്പിക്കുവാനുള്ള പോംവഴിയായി ഗുരു പകർന്നു തന്ന അറിവിനെ നമുക്ക് ആർജിക്കുവാനും അത് സമൂഹത്തിൽ എത്തിക്കുവാനും സാധിക്കണം. ഗുരുദേവൻ ശാരദാദേവിയെ പ്രതിഷ്ഠിച്ചതിന് ശേഷം അധകൃതർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന താഴ്ന്ന സമുദായത്തിലെ കുട്ടികളെയൊക്കെ ശാരദാ സന്നിധിയിൽ നിർത്തുകയും അവരെയൊക്കെ മന്ത്രങ്ങൾ പഠിപ്പിച്ച് സാത്വികമായ പൂജാ വിധാനം പഠിപ്പിച്ചുകൊണ്ട് ശ്രീ ഭൈരവ് ഗുരുദേവൻ്റെ ശിഷ്യനായ ശങ്കരൻ പരദേശിയുടെ നേതൃത്വത്തിൽ ശിവഗിരി വൈദിക മഠത്തിൽ വെച്ച് വൈദികം പഠിപ്പിക്കുകയും അവരെല്ലാം സംസ്കാര സമ്പന്നരാക്കിക്കൊണ്ട് ശാരദാ മഠത്തിലും മറ്റു പുണ്യക്ഷേത്രങ്ങളിലും ഒക്കെ തന്നെ പൂജയ്ക്ക് നിയോഗിക്കുകയും ചെയ്തു. മഹാത്മാഗാന്ധിജിയും രവീന്ദ്രനാഥ് ടാഗോറും ഒക്കെ ശിവഗിരി സന്ദർശിക്കുമ്പോൾ ഈ കുട്ടികളിൽ നിന്നാണ് പ്രസാദം സ്വീകരിക്കുന്നത്. മഹാബ്രാഹ്മണനായ
രാജഗോപാലാചാരി പോലും ആരതിയും പ്രസാദവും തീർത്ഥവും ഒക്കെ ഈ സാധാരണ കുട്ടികളിൽ നിന്നും സ്വീകരിച്ചപ്പോൾ ഉണ്ടായ അനുഭവത്തെ പങ്കുവെക്കുന്നുണ്ട്. അന്ന് ജാതി വളരെ ശക്തമായ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ആർക്കും ഇങ്ങനെയൊന്ന് ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. പലരും ചെന്ന് ഗുരുവിൻ്റെ അടുത്ത് അടക്കം പറഞ്ഞു, സ്വാമി, ഇവരെയൊക്കെയാണോ പൂജയ്ക്ക് നിർത്തുന്നത്? എന്താണ് ഇവർക്കൊരു കുഴപ്പം? ഇപ്പോൾ പതിയെ കാതിൽ ചെന്ന് ഗുരുവിനോട് തന്നെ അടക്കം പറഞ്ഞു, ഇവരൊക്കെ കുറവരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, ഇവർക്കാർക്കും ഒരു കുറവും കാണുന്നില്ലല്ലോ, ഇവർക്ക് ഒന്നിൻ്റെയും ഒരു കുറവില്ലല്ലോ, പിന്നെ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കും. പത്തരത്തിൽ അഥവാ കുറവുകൾ ഉണ്ടെങ്കിൽ തന്നെ ആ കുറവുകളെല്ലാം നികത്തി എല്ലാവരും മനുഷ്യരാണെന്ന സമത്വഭാവന, ഏകത്വ ഭാവനയോടുകൂടി മനുഷ്യരെ ആകവെ ഒന്നായി ചേർത്തിണക്കുന്ന ഒരു പുണ്യസന്നിധിയാണ് ശിവഗിരിയിലെ ശാരദാസന്നിധി. അവിടെ ആദ്യം നടക്കുന്ന ഒരു വിവാഹത്തെപ്പറ്റി നമുക്കറിയാം. ജർമ്മൻകാരനായ മാർഗരറ്റ് എന്ന മദാമയെ കൊല്ലംകാരനായ ഒരു കരുണാകരൻ ഇഷ്ടപ്പെട്ടപ്പോൾ ആ വനിതയെ, വിദേശ വനിതയെ വിവാഹം കഴിക്കണം എന്നാഗ്രഹിച്ചപ്പോൾ ആ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. വീട്ടുകാരും നാട്ടുകാരും അച്ഛനും അമ്മയും ഒക്കെ വളരെ വ്യസനപ്പെട്ടു. എന്താണ് ഈ മകൻ ചിന്തിക്കുന്നത്? ഒരു മദാമയെ കല്യാണം കഴിക്കുകയോ? ഞങ്ങൾക്ക് ആർക്കും അതിന് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. പരാതിയുമായി ഗുരുവിൻ്റെ അടുത്ത് വന്നു. സ്വാമി, ഇങ്ങനെ ഒരു അബദ്ധം മകൻ ചെയ്യാൻ പോകുന്നു, എന്തു ചെയ്യും? സ്വാമി എന്തെങ്കിലും പ്രാർത്ഥന ചൊല്ലി ഭസ്മം കൊടുത്ത് മന്ത്രം കൊടുത്ത് അതിൽ നിന്ന് അവനെ പിന്മാറ്റിത്തരണം, മനസ്സ് മാറ്റിത്തരണം എന്ന് പ്രാർത്ഥിക്കുന്നതിനാണ് കരുണാകരൻ്റെ അച്ഛൻ ഗുരുവിൻ്റെ അടുത്ത് വന്നത്. ഗുരു പറഞ്ഞു, അതൊരു നല്ല കാര്യമല്ലേ, വിവാഹം നാം നടത്തിത്തരാം, നാം മാലയെടുത്തു തരാം, ഈ ശാരദാമഠത്തിൽ വെച്ച് നമുക്ക് തന്നെ ഈ വിവാഹം നടത്തിക്കളയാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു. ഗുരുവിൻ്റെ മഹത്തായ ദർശനമാണ് പാശ്ചാത്യ പൗരസ്ത്യ ഭേദമന്യേ മനുഷ്യരാശി ഒന്നായി തീരുന്നതിന് ഗുരു ആ ശാരദാസന്നിധിയിൽ വെച്ച് ഒരു വിദേശ വനിതയ്ക്കും ഒരു കേരളീയ യുവാവിനും വരണമാല്യം എടുത്തുകൊണ്ട് അവരെ അനുഗ്രഹിക്കുകയാണ്. അവിടെ ഗുരുദേവൻ ദർശിക്കുന്നത് രണ്ട് വ്യക്തികളെയല്ല, മറിച്ച് രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനാണ് അവിടെ തുടക്കം കുറിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് നിന്ന ഒരു വിദേശിയെ, ഏണസ്റ്റ് കെർക്ക് എന്നയാളെ, ആശ്രമ അന്തേവാസിയെ ഗുരു വിളിച്ച് ഇംഗ്ലീഷിൽ ഒരു പ്രസംഗം ചെയ്ത് അവരെ ആശീർവദിക്കുവാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം പിന്നീട് സന്യാസ ദീക്ഷ സ്വീകരിച്ച് സ്വാമി ഏണസ്റ്റ് കെർക്കായി ഗുരുവിൻ്റെ ശിഷ്യനായി തീർന്നതും നമുക്ക് ചരിത്രത്തിൽ അറിയാം. അത്തരത്തിൽ ദീർഘവീക്ഷണത്തോടുകൂടി ഈ ആധുനിക സമൂഹം ചിന്തിക്കുന്നതിനും ഉപരിയായി എത്രയോ മുൻപേ തന്നെ വരുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നവീനമായ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നവീനമായ സങ്കല്പങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ഒരു ലോകത്തെ, പുതിയ ഒരു ജനതയെ ശ്രീനാരായണ ഗുരുദേവൻ സൃഷ്ടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാവിധമായ സ്വാതന്ത്ര്യത്തിനും കാരണമായി തീരുന്നത് ഇത്തരത്തിലുള്ള ഗുരുവിൻ്റെ നവീനമായ ചിന്തയും പ്രവൃത്തിയുമാണ്. ധാരാളം മഹാഗുരുക്കന്മാർ ഭൂമിയിൽ അവതീർണന്മാരായിട്ടുണ്ടെങ്കിലും അവരുടെ ചിന്തകളും കൃതികളും ദർശനവും ഒക്കെ വളരെ വലുതായിരുന്നു എങ്കിലും അവരാരും ജനമധ്യത്തിലേക്ക് ഇതേപോലെ ഇറങ്ങി പ്രവർത്തിച്ചില്ല. ശ്രീനാരായണ ഗുരുദേവനാകട്ടെ സ്വന്തം ആയുസ്സും ഭവസ്സും ആത്മതപസ്സും
ബലിയർപ്പിച്ചുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രയത്നിച്ചു എന്നുള്ളതാണ് ഗുരുവിൻ്റെ മഹത്വം. ചട്ടമ്പി സ്വാമിയും രമണ മഹർഷിയും അയ്യാ ഗുരുവും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഒരു പരിധിക്കപ്പുറം ജനമധ്യത്തിലേക്ക് ഇറങ്ങുവാൻ, ശാശ്വതമായ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ അവരാരും ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഗുരു അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചപ്പോഴും ചട്ടമ്പി സ്വാമികളും ഒക്കെ ചെന്ന സംഭാഷണത്തിൽ ചോദിക്കുന്നുണ്ട്, ഗുരുവിനെ തിരുത്തുന്നുണ്ട്, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത്? നാണുവിന് ഇപ്പോൾ പ്രവൃത്തിയാരുടെ ഉദ്യോഗമാണോ എന്ന് ചട്ടമ്പി സ്വാമി ചോദിക്കുന്നുണ്ട്. സ്കൂളിന് വേണ്ടി, വിദ്യാലയം സ്ഥാപിക്കുന്നതിന് വേണ്ടി പണം പിരിക്കുവാൻ, ഓരോ ഭവനത്തിൽ നിന്നും പണം പിരിക്കുവാനും ക്ഷേത്രം പ്രതിഷ്ഠിക്കുവാനും ഒക്കെ ഗുരു ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രവൃത്തിയാരെ പോലെ, കരം പിരിക്കുന്ന ആളെ പോലെ ഇങ്ങനെ പണം പിരിച്ചു പോവുകയാണോ എന്ന് പരിഹാസരൂപേണ ചട്ടമ്പി സ്വാമി ചോദിക്കുന്നു. ഗുരുദേവൻ അതിന് മറുപടി പറയുന്നത്, പ്രവൃത്തിയുണ്ട് പക്ഷേ ആരില്ല എന്നാണ്. പ്രവൃത്തിയുണ്ട്, ആരില്ല. ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ എന്താണ്, ഞാൻ പ്രവർത്തിക്കുന്നു എന്നുള്ള ഭാവം ഇല്ലാതെയാണ് ഗുരു നിസ്വാർത്ഥമായി സേവനം അനുഷ്ഠിക്കുന്നത്. അത് നമുക്ക് ദർശനമാലയിൽ കാണാൻ സാധിക്കും. സ്വയം ക്രിയന്തേ കർമാണി കരണേരിന്ദ്രിയൈരവി അഹം തു അസംഗകൂടസ്ഥഃ ഇതി ജാനാതി കോവിദഃ ദഗ്ധ്വാ ജ്ഞാനാഗ്നിനാ സർവം ഉദ്ദിശ്യ ജഗതാം ഹിതം കരോതി വിധിവത് കർമ്മ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ. ബ്രഹ്മവിത്തായ മഹാജ്ഞാനി സ്വന്തം പ്രാരബ്ധ സഞ്ചിത കർമ്മങ്ങളെല്ലാം ജ്ഞാനാഗ്നിയിൽ ഹോമിച്ചിട്ട് കരോതി വിധിവത് കർമ്മ, ലോകമംഗളത്തിനായി, വിധിവത് എങ്ങനെയെങ്കിലുമല്ല, ലോകനിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ബ്രഹ്മവിത്തായ ഗുരുവിനെ നമ്മൾ ദർശിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനിൽ മാത്രമാണ്. 4 അവസ്ഥകളിലും മഹാഗുരുക്കന്മാർക്ക് പറയുന്നുണ്ട്, ബ്രഹ്മവിദ്, ബ്രഹ്മവിദ് വരൻ, ബ്രഹ്മവിദ് വരിയാൻ, ബ്രഹ്മവിദ് വരിഷ്ഠൻ എന്നിങ്ങനെ 4 ജ്ഞാനഭൂമിയിലേക്ക്, ഉയർന്ന ജ്ഞാനഭൂമിയിലേക്ക് സമാധിയുടെ ഭേദം അനുസരിച്ച്, ആനന്ദ അനുഭവം അനുസരിച്ച് ഗുരുവിന് വീണ്ടും വീണ്ടും കടന്ന് പടികേറി പോകാമായിരുന്നുവെങ്കിലും ഗുരു അങ്ങനെ സമാധി അവസ്ഥയിൽ കൂടുതൽ ആമഗ്നമായി ആനന്ദ അനുഭവത്തെ അനുഭവിക്കാതെ ഈ ലോകത്ത് ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന സാമാന്യ ജനതയുടെ ഇടയിലേക്ക് ഇറങ്ങി വരണം എന്ന് ദൃഢമായ സങ്കല്പം എടുത്തതുകൊണ്ടാണ് നമ്മൾ ഇന്ന് മനുഷ്യരായി ജീവിക്കുന്നത്. സുബ്രഹ്മണ്യ കീർത്തനത്തിൽ പറയുന്നു, സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരനുദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു തട്ടിപ്പെരുക്കി പെരുവെളിയതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ. കഷ്ടം ദീനം പിടിച്ചോ മതിരയതു കുടിച്ചോ കിടക്കുന്നു ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോൾ. ഗുരുദേവൻ മരുത്വാമലയിൽ മഹാതപസ്സിന് ശേഷം, അവിടുത്തെ സത്യസാക്ഷാത്കാരത്തിന് ശേഷം കണ്ണു തുറന്ന് നോക്കുമ്പോൾ കന്യാകുമാരിയിൽ ആ ഗിരിശൃംഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് നാം ഇന്ന് കാണുന്ന സുന്ദര കേരളത്തെയല്ല. ഇവിടുത്തെ പ്രകൃതി വളരെ മനോഹാരിത ഉള്ള പ്രകൃതിയാണെങ്കിലും ആ പ്രകൃതിയുടെ മടിത്തട്ടിൽ തന്നെ ദുഃഖവും ദുരിതവും വേദന അനുഭവിക്കുന്ന ആ മനുഷ്യരുടെ ശബ്ദങ്ങളും നിലവിളിയും ഒക്കെ ഗുരു കേൾക്കുകയാണ്. അപ്പോൾ ഗുരുവിൻ്റെ മനസ്സിൽ വന്ന ചിന്തയാണ് കഷ്ടം. വളരെ കഷ്ടമായിരിക്കുന്നു. ആ കേരളത്തെ നോക്കി കണ്ടാൽ ആ സമൂഹത്തിൻ്റെ മുഴുവൻ അവസ്ഥയും ആ കഷ്ടം എന്ന പദത്തിൽ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. കഷ്ടം ദീനം പിടിച്ചോ, രോഗദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടും
മധുര കുടിച്ചും മദ്യം കുടിച്ചും സംശുദ്ധമല്ലാത്ത ജീവിതചര്യ അവലംബിച്ചുകൊണ്ട് മനുഷ്യരും മൃഗതുല്യരായി പട്ടിക്കും പൂച്ചയ്ക്കും മറ്റ് മൃഗങ്ങൾക്കും യഥേഷ്ടം സഞ്ചരിക്കാവുന്ന റോഡുകളിൽ പോലും സഞ്ചരിക്കാൻ അവകാശമില്ലാത്തവരായി ജീവിക്കുന്ന ഒരു ജനതയെ അവരെ ഒന്ന് കൈപിടിച്ചുയർത്തുവാൻ, ഉത്തിഷ്ഠോത്തിഷ്ഠ ശീക്രം, അവരെ ഒന്ന് തട്ടി എഴുന്നേൽപ്പിക്കുവാൻ, ആ നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോൾ എന്നെ എന്താണ് തട്ടിത്തട്ടി പെരുക്കി ആ പരവേളിയെ അതിലാക്കുവാൻ, പരമചൈതന്യത്തിൽ വിലയമാക്കുവാൻ പിന്നെയാട്ടെ എനിക്കെൻ്റെ ഈ തപസ്സുകൊണ്ട് നേടിയ സത്യസാക്ഷാത്കാരം, ആനന്ദ അനുഭവം അനുഭവിക്കുവാൻ പിന്നെയാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരു മഹാഗുരുവിനെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് മറ്റിതര ഗുരുക്കന്മാരിൽ നിന്നും ശ്രീനാരായണ ഗുരുദേവനെ അനുപമേയനാക്കുന്ന ഗുരുവിൻ്റെ ഏറ്റവും വലിയ വൈശിഷ്ട്യം. എന്നാൽ ലോകത്ത് ഇതര സാമൂഹിക പരിഷ്കർത്താക്കളുണ്ട്. അയ്യങ്കാളിയും മന്നത്ത് പത്മനാഭനും വീട്ടി ഭട്ടതിരിപ്പാടും അതേപോലെ മഹാത്മാഗാന്ധിയും ഒക്കെ സമൂഹത്തെ പരിഷ്കരിച്ചിട്ടുണ്ട്. എന്നാൽ അവരെപ്പോലെ ഒരു സാമൂഹിക പരിഷ്കർത്താവാണോ ഗുരു എന്ന് ചിന്തിച്ചാൽ അവർക്കാർക്കും ഇത്തരത്തിലുള്ള ഒരു ആത്മ തപസ് ഇല്ലായിരുന്നു, സത്യസാക്ഷാത്കാരമില്ലായിരുന്നു, ഈശ്വര അനുഭൂതി ഇല്ലായിരുന്നു. ഈശ്വര അനുഭൂതിയിൽ നിന്നുകൊണ്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചതാണ് ഗുരുവിൻ്റെ ഏറ്റവും വലിയ മഹത്വം. അതിന് നേർസാക്ഷിയായ മഹാകവി കുമാരനാശാൻ പാടിയിട്ടുണ്ട്. പരമാത്മാവിദ്യയുടെ പരമാവധി കണ്ടവർ ധരണിയിൽ സ്വാമിയെപ്പോൾ ഒരുവരില്ല. പരമഹംസനീവണ്ണം മരുവുന്നു ലൗകികൻ പോൽ പരമഭാഗ്യമീതെന്നേ പറയേണ്ടു നാം. പരമാത്മവിദ്യയുടെ പരമാവധി കണ്ട പരമഹംസനായ സ്വാമി ഇവിടെ പരമലൗകികനെ പോലെ നമ്മളുടെ ഇടയിൽ ഒരൊറ്റമുണ്ടും പുതച്ചുകൊണ്ട് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ എല്ലാം പരമമായ ഭാഗ്യം എന്നാശാൻ ലോകത്തോട് വിളിച്ചു പറയുന്നു. ഇതാണ് ഏറ്റവും നമുക്ക് ലഭിച്ച പരമമായ ഭാഗ്യം, പരമമായ സന്തോഷം എന്ന് പറയുന്നത്. ആ പരമമായ ഭാഗ്യത്തെ നമുക്ക് തിരിച്ചറിയാനും അമൂല്യങ്ങളിൽ അമൂല്യങ്ങളായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനത്തിൻ്റെ മഹത്വം തിരിച്ചറിയാനും അതനുസരിച്ച് ജീവിക്കുവാനും ലഭിക്കുന്ന അവസരമാണ് ഇത്തരത്തിലുള്ള ജ്ഞാനദാന യജ്ഞങ്ങൾ. ഗുരുദേവനും മഹാത്മാഗാന്ധിയും തമ്മിൽ ശിവഗിരിയിൽ കണ്ടുമുട്ടുമ്പോൾ അവരുടെ സംഭാഷണം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് നമുക്കറിയാം. ഗാന്ധിജിക്കുണ്ടായിരുന്ന എല്ലാവിധമായ സംശയങ്ങളും ആശയ ഭിന്നതകളും ഗുരുദേവനോട് തുറന്നു ചോദിച്ച് അദ്ദേഹം സംശയ നിവൃത്തി വരുത്തുന്നുണ്ട്. ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി ചിന്തിക്കുന്നു. 100 വർഷത്തിനപ്പുറവും മഹാത്മാഗാന്ധിയും ഗുരുവും തമ്മിൽ നടത്തിയ സംഭാഷണം വളരെ പ്രസിദ്ധമാകുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. 2 വ്യക്തികൾ തമ്മിൽ, അല്ലെങ്കിൽ നമ്മൾ 2 പേർ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും 2 പേർ തമ്മിൽ നടത്തിയ ഏതെങ്കിലും ഒരു സംഭാഷണം ഒരു 10 വർഷത്തിനപ്പുറം അതിനെക്കുറിച്ച് ആരെങ്കിലും ചർച്ച ചെയ്യുമോ? ഒരിക്കലുമില്ല. നമ്മളെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യില്ല. മരിച്ചു പോയാൽ എത്ര വർഷം നമ്മളെ ആളുകൾ ഓർമ്മിക്കും? 1 വർഷം ഭിത്തിയിൽ പടം വെച്ചേക്കും, അല്ലേ? അടുത്ത വർഷം പടം ഉണ്ടാകുമോയെന്നും അറിയില്ല, ആരെങ്കിലും ഓർമ്മിക്കുമോ എന്നും അറിയില്ല. വേണമെങ്കിൽ ഒരു 10 വർഷം ഓർമ്മിച്ചേക്കാം. പക്ഷേ ഒരു 100 വർഷം കഴിഞ്ഞിട്ടും ഗുരുവും മഹാത്മജിയും തമ്മിൽ ചെയ്ത സംഭാഷണം എന്താണ്, അവർ തമ്മിൽ സംസാരിച്ചത് എന്നറിയാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. ഇന്ന് ലോകം തന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. കാരണം എന്താണ് അതിൻ്റെ കാരണം? നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് ഒന്നെങ്കിൽ നമ്മളെ കുറിച്ചായിരിക്കും,
നമ്മുടെ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ആകാം. പക്ഷെ ഗാന്ധിയും ഗുരുവും തമ്മിൽ സംവദിച്ചത്, സംഭാഷണം ചെയ്തത് ആരെക്കുറിച്ചായിരുന്നു എന്ന്, ആരുടെ പ്രശ്നങ്ങളായിരുന്നു എന്ന് ജനങ്ങൾക്ക് കൃത്യമായും അറിയാവുന്നത് കൊണ്ടാണ് 100 വർഷത്തിന് ശേഷവും വീണ്ടും വീണ്ടും ആ സംഭാഷണത്തെ ലോകം ചർച്ച ചെയ്യുന്നത്. ആരെക്കുറിച്ചായിരിക്കാം? ഈ രാജ്യത്ത് ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ച്, ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും ആണ് ഗാന്ധിയും ഗുരുവും അവിടെ ചർച്ച ചെയ്യുന്നത്. ആ തേന്മാവിൻ ചുവട്ടിലിരുന്നു കൊണ്ട് ഗാന്ധിജി ഗുരുവിനോട് ചോദിക്കുന്നു, സ്വാമി, ഈ മാവിൽ തന്നെ പലതരം ഇലകൾ കാണുന്നല്ലോ, അതേപോലെ വ്യത്യസ്തരായ മനുഷ്യർ ഉണ്ട് എന്നുള്ളത് പ്രകൃതിയാൽ ഉള്ള ഒരു സത്യമല്ലേ? ചിലത് നല്ല ഭംഗിയായിട്ടിരിക്കുന്നു, ചിലത് ശുഷ്കിച്ചിരിക്കുന്നു, ചിലത് കൊഴിഞ്ഞ് വീണിരിക്കുന്നു, ചില ഇലകൾ തളർത്തു വരുന്നു. ഇങ്ങനെ ഇലകൾ തമ്മിലുള്ള വ്യത്യാസം പോലെ മനുഷ്യരിലുള്ള ജാതി വ്യത്യാസം ഒരു സത്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗാന്ധിജിയോട് ഗുരു പറയുന്നുണ്ട്, അവയുടെ എല്ലാം രസം എടുത്ത് രുചിച്ചു നോക്കിയാൽ എല്ലാത്തിനും ഒരേ ഒരു രസമായിരിക്കും എന്ന്. അങ്ങനെ ആദ്യമായി ശിവഗിരിയിൽ ഗുരുവിൻ്റെ സന്നിധിയിൽ വെച്ചാണ് മഹാത്മാഗാന്ധി മനുഷ്യൻ്റെ രസം നുണയുന്നത്. മനുഷ്യൻ്റെ രസം എന്താണ്? മനുഷ്യത്വം എന്ന മനുഷ്യരസത്തെക്കുറിച്ച് മഹാത്മജി അപ്പോഴാണ് ബോധവാൻ ആകുന്നത്. അങ്ങനെയാണ് ഹരിജന ഉദ്ധാരണത്തിന് അദ്ദേഹം തുടക്കം കുറിക്കുന്നു. യങ് ഇന്ത്യ എന്ന തൻ്റെ പത്രത്തിന് പേര് മാറ്റി ഹരിജൻ എന്നാക്കുന്നു. വൈക്കം സത്യാഗ്രഹത്തിന് വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നോട്ടിറങ്ങുന്നു. അങ്ങനെ സഞ്ചാര സ്വാതന്ത്ര്യവും ആരാധനാ സ്വാതന്ത്ര്യവും ഒക്കെ മഹാഗുരുവിൻ്റെ അനുഗ്രഹം മൂലം ലഭിച്ച ഒരു സമൂഹം ഇന്ന് ഗുരുവിൽ നിന്നും, ഗുരുദേവ ദർശനത്തിൽ നിന്നും അകലം പാലിക്കുമ്പോൾ നമ്മൾ നേടിയതെല്ലാം മറ്റാരുടെയെങ്കിലും കൈകളിലേക്ക് തിരികെ പോകും എന്നുള്ളൊരവസ്ഥയാണ് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയതിന് ശേഷം ഗുരു ചോദിക്കുന്നു, പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞു, ഇനി ആരെ കൊണ്ടാണ് നിങ്ങൾ പൂജയും ഒക്കെ ചെയ്യിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും ഭക്തന്മാരും ചേർന്ന് ഗുരുവിനോട് പറയുന്നുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല സ്വാമി, സമീപത്ത് ഒരു പോറ്റിയുണ്ട്, ഒക്കെ ഞങ്ങൾ ചെയ്യിച്ചു കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞ മറുപടിയുണ്ട്, അപ്പോൾ നല്ല കാര്യം, പോറ്റിയെ കൊണ്ടുവന്ന് പൂജ ചെയ്യിച്ചുകൊള്ളൂ, പോയതെല്ലാം തിരികെ വന്നുകൊള്ളും എന്ന് പറയുന്നു. എന്തൊക്കെയാണോ ഈ സമൂഹത്തിൽ നിന്ന് പോയത് അതിനെയെല്ലാം തിരികെ കൊണ്ടുവരാൻ ഈ താക്കോൽ കൊണ്ടുപോയി ആ പോറ്റിയെ ഏൽപ്പിച്ചാൽ മതി. അത്തരത്തിൽ നവീനമായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ച മഹാഗുരുവിൻ്റെ കൃതികളും ഗുരുവിൻ്റെ തത്വദർശനവും യഥാവിധി ചർച്ച ചെയ്യുന്ന സഭയാണ്, പണ്ഡിത സഭയാണ് ശ്രീനാരായണ ധർമ്മ മീമാംസ പരിഷത്ത്. ഇന്ന് വളരെയേറെ ചർച്ചകളും സംവാദങ്ങളും ക്ലാസ്സുകളും ഒക്കെ ഇവിടെ നടന്നു. എന്തൊക്കെ വിഷയങ്ങളായിരുന്നു, എല്ലാവരും ആ ക്ലാസ്സിലൊക്കെ പങ്കെടുത്ത് അറിവ് നേടിയതിൻ്റെ ഒരു ധന്യത, ഒരു സന്തോഷം എല്ലാവരുടെ മുഖത്ത് കാണുന്നുണ്ട്. ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴാണത് നിർത്തുന്നത്? അത് നിർത്തിയിട്ട് ഞങ്ങൾക്ക് വർക്കലയിൽ പോകേണ്ടവരുണ്ട്, ചിറയൻകീഴ് പോകേണ്ടവരുണ്ട്, അങ്ങ് ആറ്റിങ്ങൽ ഇറങ്ങണം അല്ലേ? അതുപോലെ എന്താണ് തെക്കൻ ഭാഗത്തുനിന്ന് പാറശാലയിൽ നിന്ന് വരെ ഇവിടെ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അത്തരത്തിൽ ശ്രീനാരായണ ഗുരുദേവനെ നമ്മൾ കൂടുതൽ കൂടുതൽ അറിയാൻ, പുതിയ സമൂഹത്തെ കൂടുതൽ കൂടുതൽ അറിയിക്കുവാൻ നമ്മുടെ കേരള സംസ്ഥാനം വിട്ട് തമിഴ്നാട്ടിലും കർണാടകയിലും ഇക്കൊല്ലം നമുക്ക് ആന്ധ്രാപ്രദേശിലും യൂണിറ്റുകൾ സ്ഥാപിക്കാൻ സാധിച്ചു. ആന്ധ്രാപ്രദേശിൽ മലയാള സ്വാമികളുടെ ആശ്രമത്തോട് ചേർന്നുള്ള പ്രദേശത്ത് തന്നെ നമുക്ക് കുറേയേറെ ഭൂമി അവിടുത്തെ സഭാപ്രവർത്തകർ ചേർന്ന് കണ്ടുവെക്കുകയും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവിടെ പോയപ്പോൾ ആ ഭൂമി കാണിച്ചു തരികയും ഒക്കെ ചെയ്തു. അത്തരത്തിൽ ലോകം മുഴുവൻ ഗുരുവിലേക്ക് വരുവാൻ ഉള്ള
ഏതോ ഒരു ആകർഷണം ഗുരുദേവ ദർശനത്തിൽ അടങ്ങിയിട്ടുണ്ട്. എല്ലാ മനുഷ്യരെയും ഒന്നാക്കുന്ന, എല്ലാ മനുഷ്യരെയും ആകർഷിക്കുന്ന ഒരു നൂതനമായ ആശയം ഗുരുദേവൻ്റെ എല്ലാ കൃതികളിലും എല്ലാ സംഭാഷണങ്ങളിലും അടങ്ങിയിരിക്കുന്നു. അങ്ങനെ കാന്തശക്തി പോലെ ലോകത്തെ ചേർത്ത് നിർത്തുന്ന, ലോകത്തെ നന്മയിലേക്ക് നയിക്കുന്ന ശ്രീനാരായണ ദർശനത്തിൻ്റെ അകംപൊരുൾ വീണ്ടും വീണ്ടും നമ്മൾ ആരായുമ്പോൾ നമ്മളിലേക്ക് വന്ന് നിറയുന്ന ധന്യത മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുവാൻ സാധിക്കുമ്പോഴാണ് അത് ധർമ്മ പ്രചരണമായി മാറുന്നത്. ധർമ്മം പ്രചരിപ്പിക്കണമെങ്കിൽ ആ ധർമ്മത്തെ യഥാവിധി കേൾക്കണം, അതിനെ മനനം ചെയ്യണം, അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് അതിനുശേഷമാണ് പ്രചരണം സാധ്യമാകുന്നത്. അത്തരത്തിൽ അതീതിയും ബോധവും ആചരണവും പ്രചരണവും ഗുരുനാമത്തിൽ നിർവഹിക്കുമ്പോൾ, അങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒട്ടനേകം പേർ ചേരുമ്പോൾ ധർമ്മ പ്രചരണം വളരെ ശക്തമായി ലോകമെമ്പാടും വ്യാപിക്കും എന്നുള്ളതിന് സംശയമില്ല. എങ്ങനെയാണോ ഒരു ചെറിയ അഗ്നികണം അത് അനേകം തിരികളിൽ പകർന്ന് വലിയ ഒരു ദീപകൂട്ടായ്മയായി മാറുന്നത് പോലെ നമ്മളിൽ നിന്നും തുടങ്ങുന്ന ഒരു യൂണിറ്റ് 10 പേർ ചേർന്നാൽ ഒരു യൂണിറ്റായി, ആ യൂണിറ്റുകളെല്ലാം ചേരുമ്പോൾ, അനേകം യൂണിറ്റുകൾ ചേരുമ്പോൾ അത് വലിയൊരു സംഘമായി, അത് വലിയൊരു ശക്തിയായി തീരുമ്പോൾ ശ്രീനാരായണ ധർമ്മത്തിൻ്റെ, ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയത്തിൻ്റെ ദീപജ്വാലകളായി നിന്നുകൊണ്ട് സമൂഹ മധ്യത്തിൽ ജാതിയും മതങ്ങളും ഒക്കെ മനുഷ്യരെ വേർതിരിക്കുന്ന ഈ സമൂഹത്തിൽ നമ്മൾ ഓരോരുത്തരും ഒരു വിളക്കായി സ്വയം പ്രകാശിക്കുവാൻ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഈ വളരെ കുറഞ്ഞ കാലയളവിനുള്ളിൽ, കഴിഞ്ഞ വർഷമാണ് ഇവിടെ ജില്ലാ കമ്മിറ്റി, നമ്മുടെ ബഹുമാനപ്പെട്ട ടീച്ചറും ഒക്കെ മാറുന്നു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ കമ്മിറ്റിയെ വിശ്വംഭരൻ സാറിൻ്റെ നേതൃത്വത്തിൽ ചുമതല ഇതേ ഹാളിൽ വെച്ച് തന്നെ നമ്മൾ മീറ്റിംഗ് കൂടി തീരുമാനിച്ച് ഏൽപ്പിക്കുകയുണ്ടായി. ഈ വർഷം ഇവിടെ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ജില്ലയിൽ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ യൂണിറ്റുകൾ നമുക്ക് രൂപീകരിക്കുവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ പാറശാലയിൽ നിന്നും ശിവഗിരി തീർത്ഥാടന പദയാത്ര ആരംഭിച്ച് വിജയകരമായി ശിവഗിരിയിൽ എത്തിക്കുവാൻ സാധിച്ചു. അങ്ങനെ യൂണിറ്റുകൾ ശക്തിപ്പെടുത്തി സഭയുടേതായ പ്രവർത്തന ശൈലിയിലേക്ക് വരുമ്പോൾ വരും വർഷങ്ങളിൽ സഭ മഹത്തായ ഒരാത്മീയ ശക്തിയായി തീരും എന്നുള്ളതിൽ സംശയമില്ല. അതിന് അഹോരാത്രം പരിശ്രമിച്ച ഈ ജില്ലാ പ്രസിഡൻറ്റും സെക്രട്ടറിയും അടങ്ങുന്ന ഈ കമ്മിറ്റിയെ ഗുരുനാമത്തിൽ മുക്തകണ്ഠമായി അഭിനന്ദിക്കുന്നതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെയും ശാരദാദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു.